ഷീ ഹാഡ് ബീൻ ഹാവിംഗ് ദ സെയിം ഇൻഫെക്ഷൻ ബിഫോർ പ്രഗ്നൻസി. പുള്ളിക്കാരി ഡോക്ടറിനെ കണ്ടിട്ടേ ഇല്ല അല്ലേ. അപ്പൊ നമുക്ക് എന്തായിരിക്കും പറയാൻ കഴിയുക? നമ്മുടെ MOH അല്ലെങ്കിൽ പ്രോമെട്രിക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പറയാൻ കഴിയുന്ന എന്താണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. എസ്പെഷ്യലി അഞ്ചേന റിലേറ്റ് ചെയ്തിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. മോണോ അമീൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് എടുക്കുന്ന പേഷ്യന്റ് ആണ്. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റീസെന്റ് ആയിട്ട് കുവൈറ്റ് പ്രോമെട്രിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ ഇത് റീസെന്റ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, ഇനിയും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവേ. സോ 28-week pregnant mother is in the antenatal clinic with complaints of vaginal irritation, itching and thick white secretion. She is diagnosed as having vaginal candidiasis. She had been having the same infection before pregnancy, for which she was prescribed the vaginal cream. She has been using the same cream for the past few days, but her symptoms are not relieved. What needs to be emphasized to the mother? അല്ലേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 28 ആഴ്ച പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു അമ്മ ആന്റിനേറ്റൽ ക്ലിനിക്കിൽ വന്നിരിക്കുകയാണ്. പുള്ളിക്കാരുടെ കംപ്ലൈൻസ് എന്ന് പറയുന്നത് വജനൽ ഇറിറ്റേഷൻ, ഇച്ചിങ്, കൂടാതെ തിക്ക് വൈറ്റ് സെക്രീഷൻ. ഡയഗ്നോസിസ് എന്ന് പറയുന്നത് വജനൽ കാൻഡിഡിയാസിസ് ആണ്. പുള്ളിക്കാരിക്ക് സെയിം ഇൻഫെക്ഷൻ പ്രഗ്നൻസിക്ക് മുന്നേ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു വജനൽ ക്രീം കൊടുത്തിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുക. എന്നിട്ടും സിംറ്റംസിന് യാതൊരു റിലീഫും വന്നിട്ടില്ല. വാട്ട് നീഡ്സ് ടു ബി എംഫസൈസ് ടു ദ മദർ? ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ആസ് എ നേഴ്സ് നമ്മൾ മദറിന് പറഞ്ഞു കൊടുക്കുക? നോക്കിക്കേ. ഓപ്ഷൻ എ, ചേഞ്ച് ക്ലോത്ത്സ് ഡെയിലി, യൂസ് സാനിറ്ററി നാപ്കിൻസ്. ബി, അവോയ്ഡ് സെൽഫ് ട്രീറ്റ്മെന്റ് ആൻഡ് സീക്ക് ഡോക്ടർ അഡ്വൈസ്. Option C, use medicated bubble baths and reduce activities. Option D, wash with warm water every 2 hours. ഓക്കെ, അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഒരു ഡയഗ്നോസിസ് പറയുന്നുണ്ട് അല്ലേ. എന്താണ്? ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണല്ലേ, പേഷ്യന്റിന് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്, അതായത് വജൈനൽ കാൻഡിഡിയാസിസ്. അപ്പോൾ പുള്ളിക്കാരി യൂസ് ചെയ്യുന്നത് പ്രഗ്നൻസിക്ക് മുന്നേ പ്രിസ്ക്രൈബ് ചെയ്ത ഒരു ക്രീമാണ്. എന്നിട്ട് സിംറ്റംസ് ഒന്നും സബ്സൈഡ് ആയിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും ഇവിടെ ശരിക്കും നമുക്ക് കൊടുക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഗൈഡൻസ് എന്ന് പറയുക? അപ്പോൾ എന്തായിരിക്കാം നോക്കിയേ. ഫംഗൽ ഇൻഫെക്ഷൻ പ്രഗ്നൻസി ആണ്. സോ യൂഷ്വലി ഈ പ്രഗ്നൻസിയിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരിക എന്ന് പറയുന്നത് അത്ര ഒരു നല്ല കാര്യമല്ല അല്ലേ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യൂഷ്വലി വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഒബ്സ്റ്റട്രീഷനെ കാണിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക അല്ലേ. അപ്പോൾ നമുക്ക് ആസ് എ നേഴ്സ് നമുക്ക് ഇവിടെ എന്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയും? ഓക്കെ, ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് എപ്പിസോഡ് പ്രഗ്നൻസിയിൽ വന്നിരിക്കുന്ന എപ്പിസോഡായിട്ട് പുള്ളിക്കാരി ഡോക്ടറിനെ കണ്ടിട്ടേ ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്തായിരിക്കും പറയാൻ കഴിയുക? സിമ്പിൾ ആയിട്ട് ഓർത്ത് നോക്കിയേ, എന്തായിരിക്കാം? യെസ്, അവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് നോക്കിയേ, അവോയ്ഡ് സെൽഫ് ട്രീറ്റ്മെന്റ് ആൻഡ് സീക്ക് ഡോക്ടർ അഡ്വൈസ് അല്ലേ. അതായത് പുള്ളിക്കാരി നേരത്തെ പ്രഗ്നൻസിക്ക് മുന്നേ കൊടുത്തിരുന്ന ഒരു മെഡിസിൻ ആണ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അത് യൂഷ്വലി നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് പ്രഗ്നൻസിയുടെ സമയത്തും അതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ യൂസ് ചെയ്തിരുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് ശരിക്കും ഒബ്സ്റ്റട്രീഷന്റെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടെ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഓപ്ഷൻ ബി അല്ലേ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാവേ. സോ ഡ്യൂറിങ് പ്രഗ്നൻസി നോട്ട് ഓൾ ആന്റി ഫംഗൽ മെഡിസിൻസ് ആർ സേഫ് അല്ലേ. ഇവിടെ യൂഷ്വലി നമ്മൾ ആന്റി ഫംഗൽ മെഡിക്കേഷൻസ് കൊടുക്കുന്നത് പ്രഗ്നൻസിയിലെ എല്ലാ ആന്റി ഫംഗൽ മെഡിസിൻസും സേഫ് അല്ല. അതുകൂടാതെ അതിന്റെ ഡോസ്, ഡ്യൂറേഷൻ, റൂട്ട് ഒക്കെ മോഡിഫിക്കേഷന് വേണ്ടി വരും കേട്ടോ. Therefore, the priority teaching is to stop self treatment and consult the doctor കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് vitamin supplements can decrease the incidence of neural tube defects കേട്ടോ. neural tube defects such as anencephaly and spina bifida in newborns അല്ലേ. നമ്മൾ സാധാരണ പ്രഗ്നൻസിയുടെ സമയത്ത് ഈ ഇതുപോലെയുള്ള ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്. എന്താണ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ എംബ്രിയോണിക് സ്റ്റേജിൽ അല്ലേ, നമ്മുടെ എംബ്രിയോണിക് സ്റ്റേജിൽ അല്ലെങ്കിൽ ഫീറ്റൽ സ്റ്റേജിലൊക്കെയാണ് നമ്മുടെ ന്യൂറൽ ട്യൂബ് ഒക്കെ ഫോം ആവുകയും അത് നമ്മുടെ സ്പൈനൽ കോഡായിട്ടും നമ്മുടെ ഹെഡ് ക്രേനിയുമായിട്ടൊക്കെ മാറുകയും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എസ്പെഷ്യലി ഈ എനൻകെഫാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡ് അല്ലെങ്കിൽ നമ്മുടെ സ്കൾ കാവിറ്റി ഒക്കെ എന്താണ് പ്രോപ്പറായിട്ട് ക്ലോസ് ആകാണ്ട് വരുന്നു, പ്രോപ്പറായിട്ട് ഫ്യൂസ് ആകാണ്ട് വരുന്നു. അതിനാണ് നമ്മൾ എനൻകെഫാലി എന്ന് പറയുക. സ്പൈന ബൈഫിഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എസ്പെഷ്യലി നമ്മുടെ സ്പൈനൽ കോഡ് അല്ലെ, സ്പൈനൽ കോളം ഒന്നും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് വരുന്നില്ല അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ആയി വരുന്നില്ല. അതിനാണ് നമ്മൾ സ്പൈന ബൈഫിഡ എന്ന് പറയുക. സോ ഇത് ബേസിക്കലി പറയുക ഒരു കൺജനൈറ്റൽ ഡിഫക്റ്റ് ആയിട്ടാണ് വരിക അല്ലേ. സോ എന്ത് വൈറ്റമിൻ്റെ അല്ലെങ്കിൽ എന്ത് വൈറ്റമിൻ്റെ ഡിക്രീസ് കൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് വൈറ്റമിൻ എടുക്കാത്തത് കൊണ്ടാണ് ബേസിക്കലി പറയുന്ന കൺജനൈറ്റൽ അനോമലീസ് വരിക? ഓപ്ഷൻ എ വൈറ്റമിൻ എ, ഓപ്ഷൻ ബി വൈറ്റമിൻ ബി,
സോറി, ഓപ്ഷൻ ബി റൈബോഫ്ലാവിൻ, ഓപ്ഷൻ സി ഫോളിക് ആസിഡ്, ഓപ്ഷൻ ഡി വൈറ്റമിൻ കെ. ഇതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് അല്ലേ, അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് വൈറ്റമിൻ സപ്ലിമെന്റേഷൻ ആണ് പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ നമ്മൾ ഫാമിലി പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എന്താ നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന വൈറ്റമിൻ ഇതാണ്. യെസ്, ഓപ്ഷൻ സി ആണല്ലേ, ഫോളിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാവേ. അപ്പോൾ യൂഷ്വലി വൈറ്റമിൻ എ എന്തിനു വേണ്ടി നമ്മൾ സാധാരണ എടുക്കുക, പ്രഗ്നൻസിയിൽ എടുക്കാറില്ല കേട്ടോ വൈറ്റമിൻ എ. വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി നൈറ്റ് ബ്ലൈൻഡ്നെസിന്റെ ഒക്കെ പ്രിവെൻഷന് വേണ്ടി നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ സാധാരണ വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ കൊടുക്കാറുണ്ടല്ലേ. പിന്നെ വൈറ്റമിൻ കെ എന്താണ്? വൈറ്റമിൻ കെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ, എസ്പെഷ്യലി ഈ നമ്മുടെ MOH അല്ലെങ്കിൽ പ്രോമെട്രിക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പറയാൻ കഴിയുന്നതാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഏതിന്റെ ആന്റിഡോട്ട് ആണ്? യെസ്, വാർഫാരിന്റെ ആന്റിഡോട്ട് ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ഫോളിക് ആസിഡ് ആണ്. അപ്പോൾ നോക്കിയേ, ഫോളിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ is proven to reduce the incidence of neural tube defects such as spina bifida and anencephaly when taken before conception and during early pregnancy അല്ലേ. ഇവിടുത്തെ റെക്കമെൻഡേഷൻ നോക്കിയാൽ WHO അതുകൂടാതെ തന്നെ CDC ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് 400 മൈക്രോഗ്രാം ഫോളിക് ആസിഡ് ആണ് ഡെയിലി ഫോർ ഓൾ വിമൻ പ്ലാനിങ് പ്രഗ്നൻസി. അപ്പോൾ ഇവിടെ ഡോസേജ് നോക്കിയാൽ 400 മൈക്രോഗ്രാം ആണ്. അതുപോലെ തന്നെ ഹൈ റിസ്ക് പ്രഗ്നൻസി കേട്ടോ. ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ പ്രീവിയസ് പ്രഗ്നൻസി ദാറ്റ് ഈസ് ഹാവിങ് എ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്, അല്ലെങ്കിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്ട് ഹിസ്റ്ററി ഉള്ള മദേഴ്സ് ഒക്കെ എത്രയാണ്? 4 മില്ലിഗ്രാം കേട്ടോ. 4 മില്ലിഗ്രാം ഫോളിക് ആസിഡ് എടുക്കണം എന്നുള്ളതാണ് റെക്കമെൻഡേഷനിൽ വരുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ആഫ്റ്റർ ടീച്ചിങ് എ 54-year-old patient with angina how to correctly use sublingual nitroglycerin PR, which patient statement shows പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻസ് അല്ലേ. ഇവിടെ 59 വയസ്സുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ട്. പുള്ളിക്കാരന് അഞ്ചേനയാണ് യൂഷ്വലി കംപ്ലൈൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ നേഴ്സ് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ് റിഗാർഡിങ് എന്താണ് സബ്ലിംഗ്വൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ സബ്ലിംഗ്വൽ ടേക്കിംഗ് ഓഫ് നൈട്രോഗ്ലിസറിൻ അല്ലേ. നൈട്രോഗ്ലിസറിൻ ഇവിടെ പറയുന്നതാണ് PR എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോ റീനേറ്റ എന്ന് പറയല്ലേ. എന്ന് വെച്ചാൽ എന്താണ്? ആവശ്യമുള്ളപ്പോഴൊക്കെ എടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥമായിട്ട് വരിക. സോ ഇവിടെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിരിക്കുന്നതൊക്കെ പേഷ്യന്റ് മനസ്സിലായി എന്നുള്ളത് ഈ ഇതിലുള്ള ഏത് സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയും. നോക്കിക്കേ, നമുക്കറിയാം ഈ നൈട്രോഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ എന്താണത്? അതൊരു കൊറോണറി വാസോ ഡൈലേറ്റർ ആണല്ലേ. എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ആർട്ടറീസിനാണ് നമ്മൾ എന്ത് പറയുക? കൊറോണറി ആർട്ടറീസ് എന്ന് പറയുക. സോ ഈ കൊറോണറി ആർട്ടറീസിന് ബ്ലോക്കേജ് ഉണ്ടാകുമ്പോഴത്തേക്കാണ് യൂഷ്വലി നമ്മൾ അഞ്ചേന അല്ലെങ്കിൽ അത് പെർമനന്റ് ആയിട്ടുള്ള ബ്ലോക്കേജ് ഉണ്ടാകുമ്പോഴത്തേക്കാണ് നമ്മൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നൊക്കെ പറയുക അല്ലേ. സോ അഞ്ചേന എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് ചെസ്റ്റ് പെയിൻ ആണ്. ഒരു ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ കൊറോണറി ആർട്ടറീസ് വഴി ഉണ്ടാകുന്ന ഒരു ചെസ്റ്റ് പെയിനാണ് നമ്മൾ അഞ്ചേന എന്ന് പറയുക അല്ലേ, അല്ലെങ്കിൽ അഞ്ചേന പെക്ടോറിസ്. സോ ബേസിക്കലി പേഷ്യന്റ് അഞ്ചേന വരുമ്പോഴത്തേക്ക് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുണ്ട്. എന്താണ്? സബ്ലിംഗ്വൽ ആയിട്ട് നൈട്രോഗ്ലിസറിൻ എടുക്കുക എന്നുള്ളത്. സബ്ലിംഗ്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സാധാരണ നാക്കിന്റെ അടിയിൽ അല്ലെ, നാവിന്റെ അടിയിൽ നമ്മൾ നൈട്രോഗ്ലിസറിൻ ടാബ്ലറ്റ്സ് വെക്കണം എന്ന് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുണ്ട്. സോ അതിനെക്കുറിച്ചാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം ഓപ്ഷൻസ്. ഓപ്ഷൻ എ, ഐ വിൽ ടേക്ക് ദിസ് മെഡിസിൻ ഓൺലി വെൻ ഐ എക്സ്പീരിയൻസ് ചെസ്റ്റ് പെയിൻ. ഓപ്ഷൻ ബി, I should take 1 tablet every day to prevent a heart attack. Option C, I can place 1 tablet under my tongue during chest pain and repeat every 5 minutes up to 3 times. Option D, this medicine will control my heartbeat and cure my angina permanently. ഇവിടെ നോക്കിയേ, എന്താണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരിക? നോക്കിയേ, ഓപ്ഷൻ എ നോക്കിയേ, ഐ വിൽ ടേക്ക് ദിസ് മെഡിസിൻ ഓൺലി വെൻ ഐ എക്സ്പീരിയൻസ് ചെസ്റ്റ് പെയിൻ. അത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആണല്ലേ. എന്ന് വെച്ചാൽ എന്താണ്? PR നമ്മളോട് പറയുന്നത് വെച്ചാൽ ആസ് നീഡിനാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. എന്ന് വെച്ചാൽ പേഷ്യന്റ് എപ്പോഴാണ് ചെസ്റ്റ് പെയിൻ വരിക അപ്പോൾ നമ്മൾ നൈട്രോഗ്ലിസറിൻ എടുത്തു കഴിഞ്ഞാൽ അത് കൊറോണറി വാസോ ഡൈലേറ്റർ ആണ്. എന്ന് വെച്ചാൽ കൊറോണറി ആർട്ടറി ഡൈലേറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ബ്ലഡ് സപ്ലൈ കൂടുന്നുണ്ട്, ചെസ്റ്റ് പെയിൻ കുറയും എന്നാണ് പറയുക. അപ്പോൾ അത് കറക്റ്റ് തന്നെയാണ്. ഓപ്ഷൻ ബി നോക്കിയേ, ഐ വിൽ ടേക്ക് 1 ടാബ്ലറ്റ് എവറി ഡേ ടു പ്രിവെന്റ് എ ഹാർട്ട് അറ്റാക്ക്. അത് ശരിക്കും പറഞ്ഞാൽ ഈ നൈട്രോഗ്ലിസറിനെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഡെയിലി നമ്മൾ നൈട്രോഗ്ലിസറിൻ ടാബ്ലറ്റ് എടുക്കാൻ പറയുന്നില്ല. പകരം ആസ്പിരിൻ അല്ലെങ്കിൽ എക്കോസ്പിരിൻ, ക്ലോപ്പിഡോഗ്രിൻ പോലുള്ള ടാബ്ലറ്റ്സ് ആണ് നമ്മൾ ഡെയിലി എടുക്കാനായിട്ട് പറയുക. അപ്പോൾ നമുക്ക് ഇത് എന്താണെങ്കിലും എലിമിനേറ്റ് ചെയ്ത് കളയാം. നെക്സ്റ്റ് നോക്കിയേ, ഓപ്ഷൻ ഡി നോക്കാവേ. This medicine will control my heartbeat and cure my angina permanently. Actually ഹാർട്ട് ബീറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ല നമ്മൾ ഈ പറയുന്ന നൈട്രോഗ്ലിസറിൻ കൊടുക്കുക. അപ്പം ഇതും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഓപ്ഷൻ 3 നോക്കിയേ, ഐ ക്യാൻ പ്ലേസ് 1 ടാബ്ലറ്റ് അണ്ടർ മൈ ടങ് ഡ്യൂറിങ് ചെസ്റ്റ് പെയിൻ. എപ്പോഴൊക്കെയാണോ എനിക്ക് വേദന വരിക അപ്പോൾ ഞാൻ എൻ്റെ നാവിൻ്റെ അടിയിൽ ഒരു ടാബ്ലറ്റ് ഞാൻ പ്ലേസ് ചെയ്യും.
ആൻഡ് റിപ്പീറ്റ് എവറി 5 മിനിറ്റ്സ്. ഈ ഒരു പ്രോസസ്സ് ഞാൻ 5 മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. എത്ര പ്രാവശ്യമാണ്? അപ് ടു 3 ടൈംസ് അല്ലേ. അപ്പൊ ഇതാണ് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് വരിക അല്ലേ. ഇതും ഓക്കെ ആണ്, ഇത് ശരി തന്നെയാണ്. പക്ഷെ കൂടുതൽ ശരിയായിട്ട് വരുന്ന എന്താണ്? ഓപ്ഷൻ സി ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. എസ്പെഷ്യലി അഞ്ചേന റിലേറ്റ് ചെയ്തിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം സബ്ലിംഗൽ നൈട്രോഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ ഈസ് യൂസ്ഡ് PRN ആസ് നീഡഡ് ടു റിലീവ് അക്യൂട്ട് അഞ്ചേന അറ്റാക്സ്. പ്ലേസ് 1 ടാബ്ലറ്റ് അണ്ടർ ദ ടങ് അറ്റ് ദ ഓൺസെറ്റ് ഓഫ് ചെസ്റ്റ് പെയിൻ. ഇഫ് പെയിൻ പെർസിസ്റ്റ്, repeat every 5 minutes up to 3 tablets in 15 minutes. If pain is not relieved after 3 tablets, seek emergency medical care. യൂഷ്വലി പറയുക 3 ടാബ്ലറ്റ് എടുത്തിട്ട് പേഷ്യന്റിന് ചെസ്റ്റ് പെയിൻ റിലീവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് യൂഷ്വലി മയോകാർഡിയൽ ഇൻഫാക്ഷന്റെ പെയിൻ ആയിരിക്കും എന്നുള്ളതാണ് പറയുക അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമേ. ഇത് നമ്മുടെ മാനേജ്മെന്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Head nurse of an intensive care unit wrote a report about the needs of her department and gave it to the nursing supervisor. ആരാണ്? ഹെഡ് നഴ്സ് ഒരു റിപ്പോർട്ട് എഴുതുകയാണ് അല്ലേ. എന്തിനെ കുറിച്ചുള്ളതാണ്? ഡിപ്പാർട്ട്മെന്റിന്റെ നീഡിനെ കുറിച്ചുള്ള ഒരു ലെറ്റർ എഴുതുകയാണ്, എഴുതിയിട്ട് റിപ്പോർട്ട് എഴുതുകയാണ്, എഴുതിയിട്ട് എന്താണ് നഴ്സിംഗ് സൂപ്പർവൈസറിന് കൊടുക്കുക ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദിസ്? ഇത് ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓപ്ഷൻ ഈസ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ബി ഈസ് ഹൊറിസോണ്ടൽ, സി ഈസ് ഡയഗണൽ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഡൗൺവേർഡ്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഇവിടെ നോക്കിയേ, ഒരു ഹെഡ് നഴ്സ് നഴ്സിംഗ് സൂപ്പർവൈസറിന് ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ് അല്ലേ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് എന്താണ്? അത് ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. അതൊരു അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിന് വാട്ട് ഈസ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ? എന്താണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക? അതായത് സപ്പോസ് നോക്കി, ഈ ഒരു ഹെഡ് നഴ്സ് ഇന്റൻസീവ് കെയർ യൂണിറ്റിലെ ഹെഡ് നഴ്സ് ആണ് അല്ലേ. പുള്ളിക്കാരി ഒരു മെഡിസിൻ വാർഡിലെ ഒരു ഹെഡ് നഴ്സിന് തന്നെ ഒരു ലെറ്റർ കൊടുക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ അതെന്തായിരുന്നു? അത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ് അല്ലേ. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയാൽ എന്താണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക? ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ, ഡയഗണൽ എന്ന് ഇതല്ല. ഡയഗണൽ എന്ന് വെച്ചാൽ രണ്ട് ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ഒരേ ഡിപ്പാർട്ട്മെന്റ് തന്നെ, പക്ഷെ സെയിം ഹയറാർക്കിയിലുള്ള ആൾക്കാർ, രണ്ട് ഹെഡ് നഴ്സുമാർ തമ്മിൽ റിപ്പോർട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഒരു ഹെഡ് നഴ്സ് ഒരു മേ ബി ഒരു ഡയറ്റീഷ്യൻ ഇൻചാർജിന് ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്. അതെന്താണ്? അത് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് നോക്കിയാൽ ഇവിടെ ഹെഡ് നഴ്സ് സ്റ്റാഫ് നഴ്സസിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. അതെന്താണ്? അത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഒരു എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയോ? സോ ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ട്, അതുകൂടാതെ ഈ ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കിയാൽ പിന്നെ ഹെഡ് നഴ്സ് എന്ന് വെച്ചാൽ ഒരു ലോവർ ലെവൽ പൊസിഷൻ സെൻസ് എ റിപ്പോർട്ട്, റിക്വസ്റ്റ് ഓർ ഇൻഫർമേഷൻ ടു നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് വെച്ചാൽ ഒരു ഹയർ ലെവൽ അതോറിറ്റി. ദ കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ഫ്രം lower level to a higher level in the organizational hierarchy. This direction of communication is called the upward communication, right? Next question like you psychiatry എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഡ്യൂറിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫോർ എ പേഷ്യന്റ് ഓൺ മോണോ അമീൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റർ അല്ലെ. പേഷ്യന്റ് എന്താണ്? മോണോ അമീൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റേഴ്സ് എടുക്കുന്ന പേഷ്യന്റ് ആണ്. പേഷ്യന്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. ദ നഴ്സ് ഇൻസ്ട്രക്ട് ഹിം ടു അവോയ്ഡ് സർട്ടൻ ഫുഡ്സ് ദാറ്റ് ക്യാൻ ഇന്ററാക്ട് വിത്ത് മോണോ അമീൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റേഴ്സ്. ഫുഡ് കണ്ടെയ്നിങ് with which of the following contents should be avoided? കേട്ടോ. ഫുഡ് കണ്ടെയ്നിങ് which of the following contents should be avoided? Option A is alcohol, B is caffeine, option C is tyramine, ഓപ്ഷൻ ഡി ഫോളിക് ആസിഡ് അല്ലേ. ഇവിടെ മോണോ അമീൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റർ എടുക്കുന്ന ഒരു പേഷ്യൻ്റ് ആണ്. ആ പേഷ്യൻ്റ് ഏത് ഫുഡ് അല്ലെങ്കിൽ ഏത് കണ്ടന്റ് ഉള്ള ഫുഡ് എടുക്കുന്നതാണ് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്? സിമ്പിൾ ആണ്, നമ്മൾ സാധാരണ പഠിച്ചു പോകുന്ന കാര്യമാണ് അല്ലേ. എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? മോണോ അമീൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റേഴ്സ് എടുക്കുന്ന പേഷ്യൻ്റ് ടൈറാമിൻ റിച്ച് ഫുഡ് അല്ലേ. നോക്കിയേ, ഓപ്ഷൻ സി ടൈറാമിൻ റിച്ച് ഫുഡ് എടുക്കരുത് എന്നാണ് പറയുക അല്ലേ. നമുക്ക് നോക്കാവേ. സോ എസ്പെഷ്യലി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോണോ അമീൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റേഴ്സ് എടുക്കുന്ന പേഷ്യൻസ് ടൈറാമിൻ റിച്ച് ഫുഡ് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവർക്ക് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് ഉണ്ടാകും എന്നാണ് പറയുക അല്ലേ. നോക്കിയേ, നമുക്ക് നോക്കാവേ. സോ മോണോ അമീൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റേഴ്സ് ബ്ലോക്ക് ദ എൻസൈം റെസ്പോൺസിബിൾ ഫോർ ബ്രേക്കിംഗ് ഡൗൺ ടൈറാമിൻ. ഇത് ടൈറാമിന്റെ മെറ്റബോളിസം അല്ലെങ്കിൽ ടൈറാമിൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈംസിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സോ എന്താ സംഭവിക്കുക? when a patient consumes tyramine rich food, the tyramine level rise and can trigger a hypertensive crisis അല്ലേ. പേഷ്യന്റ് ടൈറാമിൻ റിച്ച് ഫുഡ് എടുത്തു കഴിഞ്ഞാൽ ആ ടൈറാമിന്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നില്ല. അത് കാരണം തന്നെ അവിടെ ടൈറാമിന്റെ ലെവല് കണ്ടമാനം കൂടുകയും അതിന്റെ ഭാഗമായിട്ട് എന്താണ്? ഒരു ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് അല്ലേ. പേഷ്യന്റിന് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് ഉണ്ടാകും. എന്താണിത്? ഡേഞ്ചറസ് സഡൻ ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ അല്ലേ. പെട്ടെന്ന് പേഷ്യന്റ് ബ്ലഡ് പ്രഷർ വല്ലാണ്ട് കൂടുകയാണ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? നമ്മൾ ഈ മോണോ അമീൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റേഴ്സ് എടുക്കുന്ന പേഷ്യന്റ് ടൈറാമിൻ റിച്ച് ഫുഡ് അവോയ്ഡ് ചെയ്യുക.
അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഇതുപോലെ ഫുഡ് ഐറ്റംസ് എന്നിട്ട് ഇതിൽ ഏതാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണേ ഫുഡ്സ് ഹൈ ഇൻ ടൈറാമിൻ കണ്ടന്റ് എന്ന് പറയുന്നത് നോക്കിയാൽ ഏജ്ഡ് ചീസ് വരുന്നുണ്ട്, പിക്കിൾഡ് ഓർ ഫെർമെന്റഡ് ഫുഡ്സ് വരുന്നുണ്ട്, പിന്നെ സ്മോക്ഡ് മീറ്റ്സ്, കൂടാതെ റെഡ് വൈന്, ബിയേഴ്സ്, ഓവർ റൈപ്പ് ഫ്രൂട്ട്സ്, ഇതൊക്കെ ടൈറാമിൻ റിച്ച് ഫുഡാണ്. സോ ഇതൊക്കെ മോണോ അമീൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റേഴ്സ് എടുക്കുന്ന പേഷ്യൻസ് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. സോ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസെൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുവൈറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ റെഗുലർ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ പ്രോമെട്രിക്ക്, അതുപോലെ ഒമാൻ പിയേഴ്സൺ വ്യൂ, എല്ലാ എക്സാംസിൻ്റെയും കോച്ചിങ് നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ജോയിൻ ചെയ്യുക, പഠിക്കുക, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നിങ്ങളുടെ യാത്ര സഫലീകരിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.